ശാന്തി. പതുക്കെ പതുക്കെ തൻ്റെ ശ്രദ്ധയെ സ്വയം തന്നിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഞാൻ ആരാണ്? ഞാൻ ഈ ശരീരമല്ല, ഒരു ശുദ്ധ ചൈതന്യ ജ്യോതിബിന്ദു ആത്മാവാണ്. മസ്തക മധ്യത്തിൽ തിളങ്ങുന്ന നക്ഷത്രം നിരാകാരി ആത്മാ. മനസ്സിൽ കേവലം എൻ്റെ പ്രിയ പരംപിത ശിവബാബയുടെ ഓർമ്മ മാത്രം. ഞാൻ ഒരു ബാബയുടെ ഓർമ്മയിൽ മഗ്നമായി മുകളിലേക്ക് പരമധാമത്തിലേക്ക് പറന്നുയരുന്നു. അവിടെ കേവലം ശാന്തി മാത്രമാണ്. പരമധാമത്തിൽ ഒരു പരം ജ്യോതി ശിവപരമാത്മാ തിളങ്ങുന്നു. എൻ്റെ പ്രിയ ഭോലാനാഥ് ശിവബാബ, ഞാൻ ആത്മാ ബാബയുടെ മുന്നിൽ ഇരിക്കുകയാണ്. ബാബ പ്രാണനിലും പ്രിയപ്പെട്ടതാണ്. ഭോലാനാഥ് ബാബ സദാ നൽകുന്നവനാണ്. ഒരിക്കലും ഒന്നും എടുക്കുന്നില്ല. മുഴുവൻ ലോകത്തിലും 3 ലോകത്തിലും ബാബ സദാ നിസ്വാർത്ഥമാണ്, നിഷ്കാമിയാണ്. ബാബ, ഞാൻ അങ്ങയുടെ മധുരമായ ഓർമ്മയിൽ ലയിച്ചിരിക്കുന്നു. അങ്ങെനിക്ക് അപാര സ്നേഹം നൽകുന്നു. എൻ്റെ മേലെ സന്തോഷത്തിൻ്റെ കിരണങ്ങൾ വർഷിക്കുന്നു. ഞാൻ ആത്മാ ഭർപൂറാകുന്നു. സുഖത്താലും ശാന്തിയാലും പവിത്രതയിലും ഭർപൂറാകുന്നു. ഭോലാനാഥ് ബാബ എന്നിലെ കുറവുകളെടുത്ത് എനിക്ക് പദം ഗുണം നൽകുന്നവനാണ്. അളവറ്റ സന്തോഷം നൽകുന്നു. എന്നിലെന്താണോ കുറവുള്ളത് മുഴുവനും പൂർണ്ണമായും മനസ്സ് ശാന്തമാണ്, ഹൃദയം സന്തുഷ്ടമാണ്. ബാബ സദാ എൻ്റെ കൂടെയുണ്ടല്ലോ. ഏതാനും നിമിഷങ്ങൾ ഭോലാനാഥ് ബാബയുടെ സ്നേഹനിർഭരമായ ഓർമ്മയിൽ മൗനത്തിൽ ഞാനിരിക്കുന്നു. ഞാൻ ഭോലാനാഥ് ബാബയെ ഓർമ്മിച്ച് പവിത്രമാക്കുന്നു. രാവണൻ വളരെയധികം വേദനിപ്പിച്ചു. ആ വേദന ദൂരീകരിക്കാൻ ഭക്തരുടെ രക്ഷകനായ ഭഗവാൻ വന്നിരിക്കുകയാണ്. സത്പുത്രരായ കുട്ടികൾ സദാ മാതാപിതാവിനെ ഫോളോ ചെയ്ത് ഹൃദയ സിംഹാസനധാരിയാക്കുന്നു. ബാബയോട് സത്യമായ ഹൃദയമുള്ളവരാക്കുന്നു. സദാ ശ്രീമതപ്രകാരം നടക്കുന്നു. ഭോലാനാഥനായ ശിവബാബ പതിതരെ പാവനമാക്കി മാറ്റുന്നു.
ഞാനിപ്പോൾ പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനമായി മാറി. ഇതാണ് പുതിയ രചന. നമ്മളെ ശിവബാബ ദത്തെടുത്തിരിക്കുകയാണ്. ശിവബാബ വീണ്ടും എന്നെ രാജയോഗം പഠിപ്പിക്കുന്നു, പവിത്രമാക്കി മാറ്റുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, ദേഹി അഭിമാനി ഭവാം. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ഞാൻ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് നേടുന്നു. ഞാൻ എൻ്റെ തമോ പ്രധാന സംസ്കാരം മാറ്റുന്നു. ഞാനിപ്പോൾ കാലനുമേലെ വിജയം നേടുന്നു. ബാബ സ്വർഗത്തിൻ്റെ പുതിയ രചന രചിക്കുന്നു. ബാബ ലിബറേറ്ററാണ്. രാവണനിൽ നിന്നും മുക്തമാക്കുന്നു. ഞാൻ ബാബയുടേതായി മാറിയെന്നാൽ സ്വർഗത്തിലെ ചക്രവർത്തി പദവി എൻ്റെ അവകാശമാണ്. കേവലം ബാബയെ ഓർമ്മിക്കണം. ഞാനിപ്പോൾ തമോ പ്രധാനമായി മാറിക്കഴിഞ്ഞു. വീണ്ടും സതോ പ്രധാനമായി മാറണം. മാതാപിതാവിനെ പിന്തുടർന്ന് ആദ്യം സൂര്യവംശിയും പിന്നീട് ചന്ദ്രവംശിയുമായി മാറണം. ഞാൻ സത്യഹൃദയത്തോടെ ശ്രീമതമനുസരിക്കുന്നു. ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. ബാബയിൽ നിന്നും ജ്ഞാനരത്നങ്ങൾ ലഭിക്കുന്നു. ആത്മാവിൽ ഏതൊരു തമോ പ്രധാന സംസ്കാരമാണോ ഉള്ളത്, അതിനെ ഓർമ്മയുടെ ബലത്തിലൂടെ പരിവർത്തനപ്പെടുത്തണം. സതോ പ്രധാനമായി മാറണം. ബാബയിൽ നിന്നും രാജധാനിയുടെ സമ്പത്ത് നേടുന്നതിനു വേണ്ടി സദാ സത്പുത്രനായി ശ്രീമതമനുസരിച്ച് നടക്കുന്നു. സത്യമായ ബാബയോട് സത്യമായിരിക്കുന്നു. മാതാപിതാവിനെ പൂർണ്ണമായും ഫോളോ ചെയ്യണം. ജ്ഞാനരത്നങ്ങളുടെ ദാനം ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. തൻ്റെ പരിവർത്തനത്തിലൂടെ നിരന്തര വിജയത്തിൻ്റെ അനുഭൂതി ചെയ്യുന്ന സത്യമായ സേവാധാരിയാക്കുന്നു. ഞാൻ ഓരോ സങ്കല്പത്തിലും ഓരോ ചുവടിലും വിജയത്തിൻ്റെ അനുഭവം ചെയ്യുന്നു. കണ്ണുകൾ ആത്മീയതയുടെ അനുഭവം ചെയ്യിക്കുന്നു. പെരുമാറ്റം ബാബയുടെ ചരിത്രത്തിൻ്റെ സാക്ഷാത്കാരമുണ്ടാക്കുന്നു. അവ്യക്ത രൂപത്തിലൂടെ സേവനം ചെയ്യുന്നവരായ വിശേഷാത്മാവിനെയാണ് സത്യമായ സേവാധാരി എന്ന് പറയുന്നത്. വിശേഷതകൾ അഥവാ ഗുണങ്ങൾ ദാതാവിൻ്റെ ദാനമാണ്. ദാതാവിനെ നോക്കൂ, വ്യക്തിയെ അല്ല. ഓം ശാന്തി.